വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചെറുപയറെല്ലാം ഉപയോഗിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് ദോശ എങ്ങനെ ചുടാം എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ റേഷൻ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അരി എടുത്തിട്ടുണ്ട്. ഇതൊരു 4 കപ്പ് സാധാരണ നമ്മൾ ചോറ് വയ്ക്കുന്ന അരി എടുത്തിട്ടുണ്ട്. ഇതേ അളവിന് തന്നെ പച്ചരി കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. 4 കപ്പ് ചോറ് വയ്ക്കുന്ന അരി, 4 കപ്പ് പച്ചരി. ഇനി ഇതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് ഉഴുന്നാണ് കേട്ടോ ചേർക്കുന്നത്. 1 ഗ്ലാസ് ഉഴുന്ന് ചേർക്കുക. നമ്മൾ ചെറുപയറെല്ലാം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉഴുന്നിൻ്റെ അളവ് വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തുവരപ്പരിപ്പ്, കറി വെക്കുന്ന പരിപ്പില്ലേ, നമ്മൾ പച്ചക്കറി വെക്കുമ്പോൾ സാമ്പാറെല്ലാം വെക്കുന്ന പരിപ്പ്, ആ ഒരു പരിപ്പ് 1.25 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ ചെറുപയർ നമ്മൾ ചേർത്തിട്ടുണ്ട്. ചെറുപയർ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ചെറുപയർ ചേർത്തതിന് ശേഷം നമ്മൾ 1/4 ടീസ്പൂൺ ഉലുവയാണ് ചേർക്കുന്നത്. ഉലുവയെല്ലാം നമ്മൾ ചേർക്കുമ്പോൾ ഈ ദോശക്ക് നല്ലൊരു ഫ്ലേവറാണ് കിട്ടുക. അത് ചേർത്തതായിട്ട് പോലും നമുക്ക് ഫീൽ ചെയ്യില്ല. അതാണ് അതിൻ്റെ മെയിൻ കാര്യം. അപ്പോൾ ചെറുപയർ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കുക. അപ്പോൾ ഉഴുന്നിൻ്റെ അളവ് കുറച്ചൊന്ന് കുറയ്ക്കുക. ചെറുപയർ കൂടുതൽ ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അങ്ങനെ അറിയൊന്നുമില്ല. അപ്പോൾ ഈ ചെറുപയർ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ചെറുപയർ ദോശയിൽ ചേർത്തിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അവർ നന്നായിട്ട് കഴിക്കും. ഇനി ഇതൊന്ന് നല്ലപോലെ വാഷ് ചെയ്യണം. ഇവിടെ ഞാൻ 3 തവണ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. നമ്മൾ കഴുകാതെയാണല്ലോ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്യുക. ഇതിൽ അഴുക്കെല്ലാം പോകുന്ന വിധത്തിൽ നന്നായിട്ട് വാഷ് ചെയ്യുക. 3 തവണ വാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇത് സോക്ക് ചെയ്യാനായിട്ടുള്ള വെള്ളം ചേർക്കാം. കുറച്ചധികം വെള്ളത്തിൽ തന്നെ സോക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇവിടെ ഇപ്പോൾ ഞാനിത് ചെയ്തിട്ടുള്ളത് ഉച്ചയ്ക്ക് 12 മണിക്കാണ്. 12 മണിക്ക് വെച്ചിട്ട് നമ്മളിത് അടിക്കുന്നത്, മാവ് പോലെ അടിക്കുന്നത് രാത്രി 9 മണിക്കാണ്. അപ്പോൾ നമ്മൾ 8 മണിക്കൂറെങ്കിലും ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അതാണ് എപ്പോഴും നല്ലത്. ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ 7 മണി ആയിട്ടുണ്ട്. 7 മണി ആയപ്പോൾ ഞാൻ ഈ വെള്ളം ഒന്നുകൂടെ ഒന്ന് കഴുകി എടുക്കുകയാണ്. ഈ വെള്ളം മാറ്റാണ്. നല്ല പോലെ വീണ്ടും ഒന്ന് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ കഴുകി എടുക്കുക. ഇതിൽ അഴുക്കെല്ലാം പോയിട്ടുണ്ട് ഓൾറെഡി. എന്നാലും ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ വെള്ളം ഒഴിവാക്കിയിട്ട് നമ്മൾ നല്ല വെള്ളം, നമ്മൾ ഏത് വെള്ളത്തിലാണോ അടിച്ചെടുക്കുന്നത് ആ വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ഈ വെള്ളം കൂട്ടിയിട്ടാണ് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നത്. അപ്പോൾ 7 മണിക്ക് ഞാൻ ഈ നമ്മൾ ആദ്യം കുതിരാൻ വെച്ച ആ വെള്ളം മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഏതിലാണോ നമ്മൾ അടിക്കാൻ പോകുന്നത് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ 7 മണിക്ക് വെള്ളം മാറ്റി ഇനി 9 മണിക്കാണ് നമ്മളിത് അടിക്കുന്നത്. അപ്പോൾ ആ ഒരു എസൻസ് കൂടി ഇതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം മതി, ഇതൊന്ന് അരഞ്ഞ് കിട്ടാനായിട്ടുള്ള വെള്ളം. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട. മാവ് തിക്കായാലും നമുക്കത് പിന്നീട് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ മുഴുവൻ അരിയും ഉഴുന്നും എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ അടിച്ചെടുത്തിട്ടുള്ളത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ പാകത്തിലാണ്. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ദോശക്ക്. പിന്നെ ഇത് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അരിച്ചെടുക്കാം. ഇനി ഇത് നമ്മൾ ഇപ്പോൾ 9 മണിക്കാണ് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി രാവിലെ വരെ നമ്മളിത് അടച്ചു വെക്കും. മാവ് ഒഴിച്ച് വെക്കാനായിട്ട് വലിയൊരു പാത്രം തന്നെ എടുക്കുക. കാരണം ഈ മാവ് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ ചെറിയൊരു പാത്രത്തിലാണ് ഇത് വച്ചിട്ടുള്ളത് എങ്കിൽ ഈ മാവ് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വലിയൊരു പാത്രത്തിൽ ഒഴിച്ച് വെക്കുക. നല്ലൊരു ടൈറ്റുള്ളൊരു പാത്രം ഉപയോഗിക്കുക. നല്ലൊരു അടപ്പ് വെച്ച് അടയ്ക്കുക. അതിന് മുകളിൽ വേണമെങ്കിൽ വെയിറ്റ് വെച്ച് കൊടുക്കാം. എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ ആയി, കണ്ടോ നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതാണ് പറഞ്ഞത് വലിയൊരു പാത്രം എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ മാവ് രാത്രി അടിച്ച് വെച്ചതും ഇപ്പോൾ നമ്മൾ രാവിലെ നോക്കുമ്പോഴുള്ള ആ ഒരു ഡിഫറൻസ് കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ദോശമാവിനുള്ള ബാറ്റർ റെഡിയാക്കുക. ഇത് തന്നെയാണ് ഇഡ്ഡലിക്കും യൂസ് ചെയ്യുക. അതിന് നമ്മൾ ദോശക്ക് ചേർക്കുന്ന അത്രയും വെള്ളം നമ്മൾ ഇഡ്ഡലിക്ക് ചേർക്കണ്ട. അപ്പോൾ ഇതൊന്നും ഇത് 2 ദിവസത്തേക്കാണ് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ളത്. നമ്മുടെ ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം. വേറൊരു ബൗളിലേക്ക് ആവശ്യത്തിനുള്ളത് എടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇത് 2-3 ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. ഇനി ഈ മാവ് നമുക്ക് ഇത്ര തിക്നെസ് അല്ല വേണ്ടത്. നമുക്ക് ആവശ്യമുള്ള ആ ഒരു തിക്നെസ്സിലേക്ക് മാറ്റിയെടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുക ആദ്യം. ഒന്നായിട്ട് നിങ്ങൾ വെള്ളം ചേർക്കരുത്. കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നീട് ചേർക്കാം. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. നേരത്തെ ഞാൻ ഒഴിച്ച ആ വെള്ളം മിക്സ് ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റ് പരുവം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഈ ഒരു തിക്നെസ്സാണ് ദോശയ്ക്ക് വേണ്ടത്. ഇതിനേക്കാളും കുറച്ചുകൂടെ കട്ടിയാണ് ഇഡ്ഡലിക്ക് വേണ്ടത്. അപ്പോൾ ഇഡ്ഡലിക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇത്ര വെള്ളം ഒഴിക്കേണ്ട. ഇപ്പോൾ നമുക്കിതാ നല്ലപോലെ കിട്ടിയിട്ടുണ്ട്.
അടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട, ഇതാണ് കാരണം. മാവിൽ നമുക്ക് എത്ര വെള്ളം വേണോ അത് നമുക്ക് ഈ ചുട്ടെടുക്കാൻ നേരത്ത് ഒഴിച്ചാൽ മതി. അപ്പോൾ അത്ര കാര്യമേ ഉള്ളൂ, അധികം വെള്ളം ഒഴിച്ച് അടിക്കേണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ ബേക്കിംഗ് സോഡ നമ്മൾ ചേർക്കുന്നില്ല. അധിക പേരും ദോശ ചെയ്യുമ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കാറുണ്ട്, പക്ഷേ ഇതിന് നമുക്ക് അതിൻ്റെ ആവശ്യമേ ഇല്ല. അല്ലാതെ തന്നെ നമ്മുടെ ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ പാന് ചൂടായ ശേഷം മാത്രം ദോശ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരു കാര്യം, നമ്മൾ അരി കുതിരാൻ വെച്ച അതേ സമയം തന്നെ നമ്മൾ ഇത് അടിച്ച ശേഷവും വെക്കണം. രാത്രി നമ്മൾ അടിച്ചിട്ട് രാവിലെ വേണം ചെയ്യാനായിട്ട്, അപ്പോഴാണ് ദോശ നന്നാവുക. പാനിൽ എണ്ണ തടവേണ്ട കാര്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് നല്ലപോലെ കിട്ടും. അപ്പോൾ നമ്മൾക്ക് വേണ്ടത്ര ദോശ ബാറ്റർ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ദോശൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് വരുത്തുക. പിന്നെ ഇത് അടച്ച് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് അടച്ച് വെക്കാം, ഞാൻ അടച്ച് വെക്കാറില്ല. അല്ലാതെ തന്നെ നമ്മുടെ ദോശ അടിപൊളിയാണ്. അപ്പോൾ കണ്ടോ, അത് പൊങ്ങി വരുന്നത് കണ്ടോ. നമ്മൾ ബേക്കിംഗ് സോഡ ഒരു അല്പം പോലും ചേർത്തിട്ടില്ല, ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുക്കുന്ന ആ ഒരു മെഷർമെൻറ്റ്സും കറക്റ്റ് ആയിരിക്കണം. ആ അരിൻ്റെ ആ റേഷ്യോ നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്യുക. പിന്നെ ചെറുപയർ നിങ്ങൾക്ക് ഞാൻ എടുത്തതിനേക്കാളും കൂടുതൽ എടുക്കാം കേട്ടോ എമൗണ്ട്. അപ്പോൾ നിങ്ങൾ ഉഴുന്ന് കുറച്ചൊന്ന് കുറച്ചാൽ മതി. പിന്നെ ഉലുവ ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല, നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഉലുവ ചേർത്താൽ ഒന്നുകൂടെ ആ ഒരു ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യുക. നമ്മൾ എടുക്കുന്ന ആ അരി കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ദോശ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ പാൻ ഒന്ന് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചോ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം അടുത്ത ബാറ്റർ ഒഴിക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് അടുത്ത ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് നെയ്യ് ചേർക്കണം എന്നുണ്ടെങ്കിൽ നെയ്യും ചേർക്കാവുന്നതാണ്. പക്ഷേ ചുടുന്നതിന് മുന്നേ ആയിട്ട് അത് ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ ബാറ്റർ ഒഴിച്ച് ഷേപ്പ് ചെയ്ത ശേഷം ഇതിന് മുകളിൽ കൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നെയ്യൊന്നും ചേർക്കുന്നില്ല, നമ്മളിങ്ങനെ തന്നെ ചുട്ടെടുക്കുകയാണ്. കണ്ടോ, നമുക്ക് വേഗം തന്നെ കിട്ടും, ഒരു ബുദ്ധിമുട്ടും ഇല്ല ദോശ ചുടാനായിട്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ദോശ ചുടാവുന്നതാണ്. ഇനി നമ്മൾ ചെറിയ ദോശ, കുട്ടി ദോശ ചുട്ടെടുക്കാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ദോശ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അടച്ച് വെച്ച് വേവിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോഴാണ് ആ കറക്റ്റ് പരുവം നമുക്ക് കിട്ടാം. ഇങ്ങനെ ചുടുന്ന സമയത്ത് ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് ഒരു മിനിറ്റ് അത്രയും മതി. അപ്പോഴേക്കും നമ്മുടെ ദോശ റെഡിയാവും. കണ്ടോ, നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ബേക്കിംഗ് സോഡേൻ്റെ ആവശ്യമില്ല, ഇത്ര മാത്രം ചെയ്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാ ദോശയും ഇതേപോലെ നമുക്ക് ചുട്ടെടുക്കാം. ഇനി കുറച്ച് ദോശ നമ്മൾ ചുട്ടതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഈ പാന് ഭയങ്കര ചൂടായിരിക്കുമല്ലോ, അപ്പോൾ അതൊന്ന് നോർമലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് തന്നെ നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് ചുട്ടെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എല്ലാ ദോശയും ഒരേപോലെ കിട്ടുക. കാരണം നല്ല ചൂടായ ദോശക്കല്ലിലേക്ക് ബാറ്റർ ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരേപോലെ നമുക്ക് ദോശ ചുട്ടെടുക്കാം. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ദോശ റെസിപ്പിയാണിത്. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ മസ്റ്റായിട്ട് ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.